ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം പണയം എന്ന ചെറുകഥയാണ്. ആരാണ് എഴുതിയതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഈ സന്തോഷ് കുമാർ. അതിലെ കഥാപാത്രങ്ങളായ ചെമ്പുമത്തായിയുടെയും തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെയും സവിശേഷ സ്വഭാവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും പുസ്തകമെടുത്ത് അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അയാൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും. പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി. 2 മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടുകൊണ്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ഠശുദ്ധി വരുത്തി. ചാക്കുണ്ണി എന്നും തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുന്നുണ്ടാവും. പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്ന് റേഡിയോ ശബ്ദം മുഴങ്ങിക്കേൾക്കാം. 2 മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ഠശുദ്ധിയൊക്കെ വരുത്തി. റേഡിയോ പണയം വയ്ക്കാൻ എടുക്കുന്നതിൽ ചാക്കുണ്ണിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ വേറെ നിവർത്തിയില്ല. റേഡിയോ പണയം വയ്ക്കാൻ ചാക്കുണ്ണിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ സങ്കടമായിരുന്നു. പക്ഷെ വേറെ നിവർത്തിയൊന്നും ഇല്ലായിരുന്നു. ഇളയ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം പിടിപെട്ടു. കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം. തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വെച്ചു. ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല. ഇളയ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖമുണ്ടായി. കാലിലൊരു ചെറിയ നീര് വന്നു. തുടക്കത്തിൽ അത് കുഴപ്പമില്ലെന്നൊക്കെ വിചാരിച്ചു. ഒരാഴ്ച സ്കൂളിൽ ഒന്നും വിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽ വീർത്ത് കെട്ടി. കാല് നീരൊക്കെ വെച്ച് വീർത്ത് കെട്ടി. കുട്ടിക്ക് നടക്കാൻ തീരെ വയ്യാതായി. നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല. നാട്ടുവൈദ്യങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കി. രോഗം ഭേദമായില്ല. പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നത് പോലെ തോന്നി. ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽ പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയെയും എടുത്തുകൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി. അവർ നിരവധി പരിശോധനകൾക്ക് കുറിച്ചു. പിന്നെ കഴിക്കാൻ കുറേ മരുന്നുകളും. ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആധിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ നീര് പടരുന്നത് പോലെ തോന്നി. ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽ പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയെ എടുത്തുകൊണ്ട് പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് പോയി. അവർ നിരവധി പരിശോധനകൾക്കൊക്കെ കുറിച്ചു കൊടുത്തു. പിന്നെ കഴിക്കാൻ കുറേ മരുന്നുകൾ കൊടുത്തു. ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആധിയായിരുന്നു. മലയാറ്റൂര് മുത്തപ്പ, എൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത്? അവനെ ചികിത്സിക്കാൻ ഞാൻ എന്തു ചെയ്യും? ഉള്ളുരുകി ചാക്കുണ്ണി പ്രാർത്ഥിച്ചു. 1-2 ആഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് 1 മാസം തയ്യൽ പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു. പിൽക്കാലത്ത് തുണി കൊടുക്കുമ്പോൾ കൊടുത്തു വീട്ടാമെന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി. 1-2 ആഴ്ച മരുന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ 1 മാസം തയ്യൽ പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണം. പിൽക്കാലത്ത് തുണി കൊടുക്കുമ്പോൾ കൊടുത്തു വീട്ടാമെന്നുള്ള കരാറിലാണ് പലരിൽ നിന്നും കടം വാങ്ങിയത്. പക്ഷേ അത്ര ഏർപ്പാടുകൾക്കൊക്കെ പരിമിതിയുണ്ടായിരുന്നു. തുന്നിത്തീർത്ത കാശിന് പോലും ആറാട്ടുകുന്നിലെ ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത്. കുറേ പേർ കാശ് കൊടുക്കാതെയും ഉണ്ടായിരുന്നു. ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും. അയാൾ റേഡിയോ വാങ്ങിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴിമാറാം. ഇതിൽ കുറേ പേർ തുണി തയ്ച്ചിട്ട് കാശ് കൊടുക്കാതെ ഉണ്ടായിരുന്നു. ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും. അയാൾ റേഡിയോ വാങ്ങിച്ചതുകൊണ്ട് അവർക്കെല്ലാം കാര്യങ്ങൾ എളുപ്പമായി തീർന്നു. പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ അവർക്ക് വഴി മാറി നടക്കാം എന്ന് വിചാരിച്ചു. ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ആറാട്ടുകുന്നിലെ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ കുറേ പേരായിരുന്നു അവരെല്ലാം. 1 മാസം കഴിഞ്ഞു. ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയെയും മകനെയും അയച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ചാക്കുണ്ണി മകനെയും ഭാര്യയെയും ആശുപത്രിയിലേക്ക് അയച്ചു. അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നും കുറിച്ചു. ഏതിനും പണം വേണമായിരുന്നു. അവർ കൂടുതൽ പരിശോധനയ്ക്കും മരുന്നിനുമൊക്കെ കുറിച്ചു കൊടുത്തു. ഏതിനും പണം വേണമായിരുന്നു. ചാക്കുണ്ണിയുടെ തയ്യലിൻ്റെ രാത്രികൾ നീണ്ടു. രാത്രിയിലെല്ലാം ചാക്കുണ്ണി തയ്ക്കാൻ തുടങ്ങി. അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു. ചാക്കുണ്ണി തയ്യലിൻ്റെ രാത്രികളൊക്കെ നീണ്ടുവന്നു. രാത്രിയിലൊക്കെ വീട്ടിൽ മടങ്ങിയെത്തുമ്പോഴത്തേക്കും
രാത്രിയിലുള്ള പ്രക്ഷേപണവും ഒക്കെ തീരും. ഇത്രയും ഭാഗം കൊണ്ടിന്ന് നിർത്താം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.